ഇന്ന് നട്ടെല്ലിൻ്റെ അകലം കൂട്ടാനും നട്ടെല്ലിൻ്റെ അകലം കുറയ്ക്കാനും ഡിസ്ക് നാഡിയിൽ അമർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ വലിച്ചകറ്റി അതിലെ സമ്മർദ്ദം കുറയ്ക്കാനും കഴിയുമെന്ന് പറഞ്ഞാണ് നടുവിനും കഴുത്തിനും ബെൽറ്റിട്ട് മുറുക്കി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വലിക്കുന്നത്. ഡിസ്കിന് 3 ഭാഗങ്ങളുണ്ടെന്നാണ് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഡിസ്കിൻ്റെ ചുറ്റിലുമുള്ള ആൻലാസ് ഫൈബ്രോസിസ് പൊട്ടിയിട്ടാണ് നടുഭാഗമായ ന്യൂക്ലിയസ് പൾപ്പോസിസ് പുറത്തേക്ക് തള്ളി നാഡികളിൽ അമർച്ച ഉണ്ടാകുന്നെന്നാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തുള്ള ശാസ്ത്രമനുസരിച്ച് ഒരു പൊട്ടിയ സാധനത്തിൽ പിടിച്ച് വലിച്ചാൽ വീണ്ടും അത് പൊട്ടുകയും അതിന് അടുത്തുള്ള ഭാഗങ്ങൾ കൂടി പൊട്ടാനാണ് സാധ്യത. എക്സ്റേയിലോ സ്കാനിങ്ങിലോ കാണുന്ന നട്ടെല്ലല്ല യഥാർത്ഥത്തിലുള്ളത്. ഡിസ്ക് എന്ന വസ്തു ഉപയോഗിച്ച് നട്ടെല്ല് മൊത്തം മോൾഡ് ചെയ്തിരിക്കുകയാണ്. അത് നട്ടെല്ലിൽ നിന്ന് വേറിട്ട് പോകുന്നതോ എണ്ണിപ്പോകുന്നതോ ഇളകിപ്പോകുന്നതോ ഒന്നും അല്ല. ആധുനിക വൈദ്യശാസ്ത്രം പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ശരിയായ ശാസ്ത്രമായി മാറാൻ കഴിയാത്തതുകൊണ്ടാണ് ഡീകംപ്രഷനെക്കുറിച്ചും ട്രാഷനെക്കുറിച്ചും പരസ്പര വിരുദ്ധമായ പഠന റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത്. ആധുനിക ശാസ്ത്രമനുസരിച്ച് ഡിസ്ക് പ്രൊലാപ്സിന് ഡീകംപ്രഷൻ രീതി ഒരിക്കലും യോജിക്കില്ല.